ഞാൻ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1.5-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്നും ലോകത്താരെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതൊരു വേദന നിറഞ്ഞ പ്രോസസ്സാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കാതെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിൻ്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും 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 വന്നിരുന്നിട്ട് ഒരേ കാര്യം എൻ്റെ അടുത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാനല്ല. ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് എടി നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്റ്റ് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറേ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കൾ പറ മക്കളെ, എൻ്റെ മക്കളും പറയും, എൻ്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് വിളിച്ചിരുത്തിയെന്ന് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പറ, എൻ്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനെയാന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല, നീ ആണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്. എൻ്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് പറയാം. അവരാരാ? നീ എങ്ങനെയാടി വീട്ടില് പറ, നീ സത്യം പറ, നാട്ടുകാർ അറിയട്ടെ. ആരോടാ പറയുന്നത്? നീ അവരോടൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എടുത്ത് കണ്ടോളൂ. പറഞ്ഞോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയാറ്റോ ഇനി പിടിച്ചെടുക്കും. മക്കൾ എപ്പി എങ്ങനെ? അതുകൊണ്ട് ഞാനത് പറഞ്ഞത്, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം, ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ അവർക്കൊരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് മര്യാദകേടുകളും കാണിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറി വിളിക്കാൻ നടക്കുന്ന കുറേ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ. ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് ഇപ്പം ലക്ഷ്മി പല ഇൻ്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവളും തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ എൻ്റെ അറിവിലോ എൻ്റെ കാഴ്ചയിലോ ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതെൻ്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലും. അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന, നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എന്ത് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയേണ്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. കുറെ എണ്ണം കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഞാനായിട്ട് നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ലൈഫിലുണ്ടായി എന്നേ ഞാൻ പോയേനെ. ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്ഷമിച്ചോ ഒരു കഴിയുന്ന ഒരാളാണ്. അതെന്റെ മക്കൾക്ക് അറിയാം. ഇവിടെ ഞാനുമായിട്ട് സഹിക്കുന്ന എന്റെ മക്കളെ ഈ എപ്പിയുടെ സ്വഭാവം എങ്ങനെ മക്കളെ പറ. എവരാ ഓടി വരുന്നത്? അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞോണ്ട് ഓടി വരുന്നത്. എപ്പി പറയുന്ന എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഇച്ചിരി കാരണം എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിയേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് കരിയേപ്പ് മൊത്തം ഓടിച്ചോണ്ട്. കറിവേപ്പിലയുടെ കാര്യം പറയാനല്ല. അല്ല എന്ത് പറഞ്ഞാലും
ഒന്നെന്ന് പറഞ്ഞാൽ 100 കൊണ്ടുവരും. തങ്കു വരുന്ന കമന്റ് വായിക്കുക നമുക്ക് അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ, അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. തങ്കു ഇങ്ങനെ നോക്കുക. മക്കളെ നിങ്ങൾ മെനഞ്ഞാന്ന് ഏത് സിനിമയാണ് കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണിക്ക് ആരൊക്കെയാ കാണാൻ പോയത് വാഴ 2? ആരൊക്കെയാന്ന് പറ. ഞാനും എപ്പിയും തങ്കു മുത്തു. അച്ഛൻ വന്നോ? ഇല്ല. മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 രാവിലെയോ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയിൽ എൻ്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? എടി നീ സ്വന്തമായിട്ട് വാഹനത്തിൽ അല്ലേ ഈ എറണാകുളത്ത് നടക്കുന്നത്? ഞാൻ മിനി കൂപ്പർ വാഹനം മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നീ പണ്ട് ഉള്ള സ്വർണം വിറ്റതിന്റെ പേരിൽ ഇവക്ക് വേണ്ടതിലധികം സ്വർണം മേടിച്ചു കൊടുത്ത ഭർത്താവാണ് ഞാൻ. ഇവക്ക് അല്ല ഞാൻ ചോദിച്ചത് അല്ല ഇവർക്ക് അല്ല ഈ സമൂഹത്തില് കുടുംബം കലക്കാൻ നടക്കുന്ന ഈ നാറികള് ഒന്ന് ചുമ്മാ അറിയട്ടെ എന്താണ് കുടുംബം, എന്താണ് ആ കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് അഞ്ച് മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. 5 മക്കളെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചില വീടുകളിൽ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ഭർത്താക്കന്മാർ ഗർഭിണിയാക്കുന്ന പരിപാടിയിലുണ്ട്. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞ പോയി കെട്ടടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ അവൾ പറഞ്ഞത് അവളുടെ ഇത് ഈ എന്താ ട്യൂബ് ഫിലോപ്പിയൻ ട്യൂബ് എന്തായാലും മാങ്ങാത്തൊലിയല്ല ട്യൂബ് കെട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും ഇതിപ്പോൾ ഈ ട്യൂബ് അടിക്കാത്തതിനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി ശാരീരികമായിട്ട് പ്രായമാവുന്നതനുസരിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന സന്തോഷങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തോളൂ. എൻ്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റാക്കി ആഘോഷിക്കുക. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളുടെ കണ്ടന്റ് ഉണ്ടാക്കി ആഘോഷിച്ചാൽ മതി. അല്ലാതെ ഈ മറ്റൊരാളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വിഷമം ഉണ്ടായെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഫെമിനിസ്റ്റുകളെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല. അവളുമാർ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഭർത്താക്കന്മാരെ ആട്ടിയും ഭർത്താക്കന്മാരെ പുച്ഛിച്ചും സ്വന്തം അച്ഛനെ വെറുത്തും നീയൊക്കെ ജീവിക്കുക. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരെയും കുടുംബത്തിനകത്തേക്ക് കയറി വന്ന് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലേക്ക് കയറി വന്ന് ഈ